അതാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ ബീബി. അല്ലാഹുവിന്റെ യഥാർത്ഥ വലിയായ നഫീസത്ത് വലിയത്തായ അതേ ഔലിയാക്കളെ കൂട്ടത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട്. യഥാർത്ഥ വലിയത്തായ നഫീസ ബീവി മിസ്റിലേക്ക് പോയി. കുറെ കാലത്തിന് ശേഷം ഭർത്താവിന്റെ കൂടെ മദീനയിൽ നിന്ന് മിസ്റിലേക്ക് പോയപ്പോ മിസ്റുകാർ അതാ വരികയാണ്. ഇഷ്ടം പോലെ ദ്വാരിപ്പിക്കാൻ വേണ്ടി വരികയാണ്. വരുമ്പോഴൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പൈസ കൊടുക്കുമ്പോൾ ആളുകൾ വരുമ്പോൾ നഫീസ ബീവിക്ക് വിഷമം വരികയാണ്. എന്താ വിഷമം? ആൾക്കാർ വന്നാൽ തോനെ പൈസ കിട്ടും. പക്ഷെ യഥാർത്ഥ കള്ള സൂപ്പിയാണെങ്കിൽ കള്ള വലിയാണെങ്കിൽ എന്താ ചിന്തിക്കുക? പൈസ തോനെ കിട്ടട്ടെ, ആള് വരട്ടെന്ന. പക്ഷേ ആള് വരുന്ന സമയത്ത് നഫീസ ബീവി വല്ലാതെ വിഷമിക്കുകയാണ്. കിളവി വാർത്ത ബിന്തിയോർകൾ തന്നിൽ അറിവിത്തേ കേട്ടവർകൾ മാഗുണ തിരുബീവി നഫീസത്തെ. ഒരുപാട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് സങ്കടം പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട നഫീസ ബീവിക്ക് സങ്കടം തോന്നും. ആ വിഷമങ്ങൾ പരിഹരിക്കാനുള്ള പണി പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് പരിഹരിക്കും. എത്രയോ പരിഹാരങ്ങൾ ഈ മാലയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ വരുമ്പോ നഫീസ ബീവി വിഷമിക്കുകയാണ്. എന്റെ ഇബാദത്ത് മുടങ്ങുന്നല്ലോ, എന്റെ ഖുർആന്റെ ഖത്മുകൾ ഓതി തീർക്കുന്നതിന്റെ എണ്ണം കുറയുന്നല്ലോ. അങ്ങനെ ഞാനും വരണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞു മദീനത്തേക്ക്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ വന്ന രാജ്യം മദീനയാണല്ലോ, അതുകൊണ്ട് മദീനയിലേക്ക് ഞാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ കരുവന്തിരുത്തി സയ്യിദുന പൂക്കോയ തങ്ങൾ വരുന്നുണ്ട്. ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ. ഇൻഷാ അല്ലാഹ് സഖാഫി ഉസ്താദേ അൽഹംദുലില്ലാഹ്. ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖുത്ബുൽ ആലം ശൈഖുനാ സിഎം ഭരണ സദസ്സായതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ പേരക്കുട്ടിയായ അഞ്ചാമത്തെ മോളാണ് നമ്മളെ കേസ് സാറ്റക്കോയ തങ്ങളെ ഭാര്യ. അപ്പൊ കഴിഞ്ഞ ആഴ്ച ട്രെയിനിൽ വെച്ചിട്ട്, കഴിഞ്ഞ ആഴ്ച അല്ല, റമദാനിന്റെ മുമ്പ് ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും, എൻ്റെ ഭാര്യ എന്ന് ഓറ് പറഞ്ഞാൽ കേസ് സാറ്റക്കോയ തങ്ങൾ പറഞ്ഞാൽ താജുൽ ഉലമാ തങ്ങളെ മോളാണ്. അഞ്ചാമത്തെ മോള് ചെറിയ മോളാണ്. ഞങ്ങൾ രാത്രി 10 മണിക്ക് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും നിങ്ങളെ പരിപാടിയാണ് യൂട്യൂബിൽ കേൾക്കാറുള്ളത്. ഞങ്ങൾക്ക് രണ്ടാക്കുപ്പം നിങ്ങളെ പരിപാടി കിട്ടിയതിന് ശേഷം ഇതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി താജുൽ ഉലമാ തങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ പോയ ഒരു പരിപാടിയാണ്. കാസർഗോഡ് ജില്ലയിൽ പള്ളപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ പരിപാടി. ആ ബഹുമാനപ്പെട്ട ബീവി അവരുടെ ജ്യേഷ്ഠത്താത്താൻ്റെ മോനാണ്, രണ്ടാമത്തെ മോളെ മോനാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ ആ ഒരു പൊരുത്തം, ആ ഒരു മദദ് അവരെ പേരക്കെട്ടുകളി കുട്ടികളിലൂടെ പൂക്കോയ തങ്ങളിലൂടെ അല്ലാഹുവേ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹു തആല വഅലാ ആലിഹി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പെട്ടല്ലോ, അതിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ ബർക്കത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം പറഞ്ഞിട്ട് നിർത്തും. സുഹൃത്തുക്കളെ, അപ്പൊ എന്തേ പറഞ്ഞത്? യഥാർത്ഥ വലിയാണെങ്കിൽ ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയാണ്, അവർക്കൊരു കറാമത്ത് ഉണ്ടാകുമ്പോ തന്നെ ബേജാറാണ്. അതാണല്ലോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ.
وأكره من تجارته المعاصي ولو كنا سواء في البضاعة. ഷാഫി ഇമാം എന്താ പറഞ്ഞത്? മോനെ, ഉഹിബ്ബു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്. വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനല്ല. ആരാ പറയുന്നത്? ഷാഫി ഇമാം പറയാ. സ്വാലിഹീങ്ങളെ വലിയ നേതാക്കന്മാരാണ് വാസ്തവത്തിൽ ഔലിയാക്കന്മാര്. ഈ ഷാഫി ഇമാം ആരാണ്? CM വലിയുള്ളാഹിനേക്കാളും അജ്മീർ ഖാജ തങ്ങളെക്കാളും അതേ മുഹീദ്ദീൻ ശൈഖിനെക്കാളും റിഫായി ശൈഖിനെക്കാളും എത്രയോ മേലെയുള്ള വലിയ. പക്ഷേ ആ ഷാഫി ഇമാം പറയാണ് എന്ത്? ഉഹിബ്ബു സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹീങ്ങളോട് സ്നേഹമാണ്. എന്നാലോ വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ട ആളല്ല, ഞാൻ വലിയല്ല, ഞാൻ സ്വാലിഹല്ല, ഞാൻ ദോഷങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അടുത്ത വരിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുന്നത് എന്തിനാ? ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, സ്വാലിഹീങ്ങളെ കൊണ്ട് എനിക്ക് ശഫാഅത്ത് കിട്ടാനാണ്. അതാണ് യഥാർത്ഥ വലിയിന്റെ സംസാരം എന്നു മാത്രമല്ല ഷാഫി ഇമാം അവിടുത്തെ താഴ്മ കൊണ്ട് പറയാ. എന്താ പറഞ്ഞത്? വഅക്റഹു മൻ തിജാറത്തുൽ മഅസി, അതേ ദോഷം ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വെറുപ്പാണ്. വഅക്റഹു, എനിക്ക് വെറുപ്പാണ്. മൻ, ഒരാളോട്, തിജാറത്തുഹു അൽ മഅസി, അയാൾ കച്ചവടം ചെയ്യുന്നത് ദോഷങ്ങളാണ് എന്ന് പറഞ്ഞാൽ അയാൾ ദോഷം ചെയ്യുന്ന ആളാണ്. ദോഷം ചെയ്യുന്ന, പാപം ചെയ്യുന്ന ആളോട് എനിക്ക് വെറുപ്പാണ്. നമ്മളൊക്കെ വലിയ ഷാഫി മദ്ഹബുകാരാന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ നിസ്കാരം ഖളാ ആക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഷാഫി ഇമാമിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നില്ലെങ്കിൽ നമ്മളോട് ഷാഫി ഇമാമിന് താല്പര്യം. ലൗ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ, ആ ദോഷം ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഞാനും ഒരു ദോഷം ചെയ്യുന്ന ആളാണ്, ഞാനും ആ ദോഷികളും സമമാണ്. വലൗ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ, അവരുടെയും എന്റെയും കച്ചവട ചരക്ക് ദോഷങ്ങളാണ്, ഞാനും അവരും ദോഷികളാണെങ്കിലും ദോഷികളോട് ഒരു മഹാന്റെ അടുത്തേക്ക് താബീങ്ങളെ ശേഷമുള്ള ഒരാൾ എത്തൂല. അതാണ് പള്ളി ദർസിൽ പഠിക്കുന്ന അടിസ്ഥാനപരമായ കിതാബ് അൽഫിയയിൽ പറയുന്നത്. അതാണ് എന്ത്? അങ്ങനല്ലേ പറഞ്ഞ മോനെ? മുൻഗാമികളാ വലിയവര്, പിൻഗാമികൾ സ്ഥാനം കുറഞ്ഞവരാ. ഒരുപാട് മുതഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്, ചൊല്ലിക്കോളി. പിന്നെ വല്ലാഹു, ആരും ചൊല്ലുന്നില്ല. മുതഅല്ലിമീങ്ങൾ ചൊല്ലിക്കോളി, ഇതൊരു റാഹത്താണത്. അലിഫിന്റെ ബെയ്ത്തല്ല, ഇമാം ഇബ്നു മാലിക് തങ്ങളെ പൊരുത്തം കിട്ടാൻ നല്ലതല്ലേ? അറിയാത്തോണ്ട് എന്തോ. അല്ലാഹു അലം. വല്ലാഹു യഖ്ദീ ബിഹിബാതിൻ വാഫിറ. അതെ, അതിനെ പോലെ താടി മീശ നിരച്ച കുറച്ച് ഉസ്താദ്മാർ ചൊല്ലിയിട്ടുണ്ട്. താടി മീശ എന്താ അല്ലാഹു അലം. അതാ സംഗതി മോനെ. അൽഫിയ എന്ന് പറഞ്ഞ കിതാബുണ്ട്, അത് പഠിക്കല് നല്ലതാ. എന്നാൽ ഈ മുതഅല്ലിമീങ്ങൾ അൽഫിയ പഠിക്കാൻ വേണ്ടി തയ്യാറായല്ലോ, മനപ്പാടായില്ലെങ്കിലും വിവരം അറിഞ്ഞല്ലോ. ആ മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അൽഫിയ പഠിക്കണം. എന്താണ് അൽഫിയയിൽ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത്? ഇബ്നു മാലിക് ആരാന്നറിയോ? നവവി ഇമാമിന്റെ ഉസ്താദാണ്. നവവി ഇമാം ആരാന്നറിയോ? നവവി ഇമാമിനെ പറ്റി ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫന്റെ തുടക്കത്തിൽ അതാ പറയുന്നു, ഇലാ അൻ തഖത്തബ. നവവി ഇമാം വലിയ ഖുതുബിന്റെ സ്ഥാനത്തെത്തിച്ച ഔലിയാക്കളെ വലിയ ദറജ ഉള്ള ആളാണ്. ഒരു മഹാൻ നവവി ഇമാമിനെ കിനാവിൽ കണ്ടു.
നബവിമാമനെ കിനാവൽ കണ്ടപ്പോൾ നബവിമാമൻ ഔലിയാക്കളെ സ്ഥാനത്തെത്തിയപ്പോൾ വലിയ നേതാവായപ്പോൾ നബവിമാമ റളിയല്ലാഹു അൻഹുവിന് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങ് കിനാവൽ കണ്ടപ്പോൾ അപ്പൊ ഈ മഹാൻ കിനാവൽ കണ്ടാക്കി നബവിമാമന് അത്ര വലിയ പരിചയമൊന്നുമില്ല. കിനാവൽ കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു കാര്യപ്പെട്ട മഹാൻ ഉണ്ട് എന്ന് മനസ്സിലായി. നബവിമാനെ കാണാൻ വേണ്ടി എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് വരികയാണ്. ഇന്നത്തെ മാതിരി യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, ബസ് തന്നെ ഇല്ലല്ലോ, അന്ന് ഇല്ലല്ലോ, കാറും ഇല്ല, ബസ്സും ഇല്ല. അങ്ങനെ എത്രയോ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ഒക്കെ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് അതാ വരുന്ന ആള് നബവിമാമനെ കാണാൻ വേണ്ടി ആൾ അവിടുന്ന് വരുമ്പോൾ തന്നെ നബവിമാം പെടുന്നാണ്ട് എണീച്ചു പോയിട്ട് ആൾക്കാരടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വരുന്ന മഹാൻ ഈ ആൾക്കാരടിയിൽ മുത്താലിമീങ്ങളടിയിൽ ആലിമീങ്ങളടിയിൽ ഔലിയാക്കന്മാരെ അടിയിലേക്ക് ഇങ്ങോട്ട് ആ മഹാൻ ഇങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അങ്ങോട്ട് ചെന്ന് കണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉക്തും മാമാക്ക, നിങ്ങൾ ഇന്നലെ കിനാവ് കണ്ടതേ ആരോടും പറയരുതിട്ടോ, നോക്കണം. നിങ്ങൾ എന്നെപ്പറ്റി കിനാവ് ഇന്നലെ കണ്ടിട്ട് അങ്ങ് വരുന്നത് അതൊക്കെ പാരും ചെന്ന് പറഞ്ഞതാ. ഞാൻ നിങ്ങളെ ഇന്നലെ കിനാവ് കണ്ടതുകൊണ്ട് നിങ്ങളെ സ്ഥാനം മനസ്സിലായതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് നബവിമാം പറഞ്ഞിട്ടുണ്ട്. നബവിമാമനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആൾ അവിടുന്ന് വരുമ്പോ തന്നെ കണ്ടപ്പോ ഓടി അങ്ങടിട്ട്, കാരണം ആൾക്കാരടിയിൽ വന്ന ഇയാൾ പറയും, ജനങ്ങളടിയിൽ മുത്താലിമീങ്ങളടിയിൽ ഔലിയാക്കന്മാരടിയിൽ വന്നിട്ട് പറയും എന്ത്. അപ്പം മറ്റുള്ളവർ കേൾക്കും, നിങ്ങളെപ്പറ്റി ഞാൻ ഇന്നലെ കിനാവ് കണ്ടു, അപ്പം നിങ്ങളെ ദർജ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പറ്റി ഇയാള്, ഈ മഹാനായ ആള്, ആ വന്നാളും ചില്ലറക്കാരനല്ല, ഈ വന്ന മഹാൻ എന്നെ കിനാവിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വലിയ ആളാണെന്ന് എന്റെ സ്ഥാനം ഇവരൊക്കെ മനസ്സിലാക്കുമല്ലോ. ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം അത് മഖ്ലൂഖുകൾ അറിയണ്ട എന്ന് ചിന്തിച്ച ഏറ്റവും വലിയ ഒറിജിനൽ വലിയാണ് ഇമാം യഹ്യ ഇബ്നു ശറഫുൻ നവാവി. അവരെ ബറക്കത്ത് കൊണ്ട് അവരുണ്ടാക്കിയ കിതാബല്ലേ മിൻഹാജ്. നമ്മളെ ബഷീർ സഖാഫിന്റെ ദർസിലും എല്ലാ ദർസിലും പഠിപ്പിക്കണ കിതാബാണത്. ഒരുപാട് ദർസ് നടത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരായ പെരുമുഖം ബീരാങ്കോയ മുസ്ലിയാർ ഒരുപാട് ദർസ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോയ ഉസ്താദ് MKM കോയ ഉസ്താദ്. ആ മിൻഹാജ് ഞങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അതുകൊണ്ട് ആ മിൻഹാജിന്റെ സാഹിബായ ഇമാം നബവി തങ്ങളെ അവസ്ഥയായി പറഞ്ഞത്, ആ നബവി ഇമാമിന്റെ ഉസ്താദാണ് ആര്? ഇബ്നു മാലിക് തങ്ങൾ അൽഫിയന്റെ മുസന്നിഫ്. അതാണ് വഹൽഫതം ഫീകും ഫമാ ഖില്ലുൽ ലനാ. മോനെ അൽഫിയിലുള്ള ബൈത്താണത്. വഹൽഫതം ഫീകും ഫമാ ഖില്ലുൽ ലനാ വറജുലും മിനൽ കിറാമി ഇൻദനാ. വറജുലും മിനൽ കിറാമി എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? അത് നബവി ഇമാമിനെ പറ്റിയാണ്. ആ ഇബ്നു മാലിക് തങ്ങള് അവിടുത്തെ അൽഫയില് പറയാണ്, ഈ അൽഫ പോലെ ബറക്കത്തുള്ള ഒരു കിതാബ് ലോകത്ത് നഹ്വിന്റെ വിഷയത്തിലോ മറ്റു വിഷയത്തിലോ വേറെ ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യമനിൽ അല്ലെങ്കിൽ മിസറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പൈശാനിക്കാരൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ സുഡാനിലും മിസറിലൊക്കെ ഇശ ആകുന്നേ ഉള്ളൂ. ഇപ്പോഴും ഈ ടൈമിലും മക്കയിൽ പോയാൽ ഞാൻ കണ്ടിട്ടുണ്ട്, മദീനയിൽ മസ്ജിദുൻ നബവിയിൽ മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ ശേഷം നല്ല ദർസ് നടത്തുകയാണ്. യൂട്യൂബ് തുറന്നു നോക്കിയാൽ അൽഫിയന്റെ മുഹാദറ ക്ലാസുകൾ ഇങ്ങനെ അറബിയിലുള്ളത് കാണുകയാണ്. ഇത്ര പ്രചാരം നേടിയൊരു കിതാബ് വേറെയില്ല. ആ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയിൽ പറയാ എന്ത്? വഹുവാ ബിസബ്ഖിൻ ചല്ലി വഹുവാ ബിസബ്ഖിൻ ഹൈസുൻ തഫ്ദീലാ മുസ്തൗജിബുൻ ഫനാഇൽ ജമീലാ. വഹുവ ഇബ്നുൽ മുഅ്തി തങ്ങള് ആരാണ്? വഹുവ ബിസബ്ഖിൻ, എന്നേക്കാളും മുൻഗാമിയാണ്, ഞാൻ പിൻഗാമിയാണ്, ഞാൻ മസ്ബൂഖാണ്. ഇബ്നുൽ മുഅ്തി തങ്ങള് സാബിഖാണ്, മുൻഗാമിയാണ്. അവര് മുൻഗാമിയായ കാരണം കൊണ്ട് തന്നെ ഹായിസുൻ തഫ്ദീലൻ, ഒരുപാട് മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ആളാണ്. അതുകൊണ്ട്
മുസ്തൗജിബുൻ സനാഇയൽ ജമീല. അവരെ മദ്ഹ് പറയൽ എനിക്ക് നിർബന്ധമാണ്, മുൻഗാമികളെ മദ്ഹ് പറയൽ എനിക്ക് നിർബന്ധമാണ്. ഇവിടെ ശൈഖുനാ സിയം വലിയുള്ള ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ടുണ്ട്, കറാമത്ത് കാട്ടിയതല്ല. നമ്മൾ അവരെ കറാമത്തുകൾ പലരും പറയാറുണ്ട്, പലരും അനുഭവസ്ഥന്മാരുണ്ട്, അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാനോ നിങ്ങളോ ചിന്തിക്കാതെ പോയൊരു വിഷയമുണ്ട്. കണ്ടോ, ഞാനോ നിങ്ങളോ ചിന്തിക്കാതെ പോയൊരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? ഈ ശൈഖുനാ സിയം വലിയുള്ള ഖുത്ബുൽ ആലം തങ്ങൾക്ക് ഇത്ര വലിയ ദറജ എന്തുകൊണ്ട് കിട്ടി? നമുക്ക് എന്തുകൊണ്ട് കിട്ടണില്ല? എന്തുകൊണ്ട് ആ സ്ഥാനത്ത് അവരെത്തി? ആ സ്ഥാനത്തെത്താൻ ശൈഖുന എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഓരോ ഔലിയാക്കളും എത്ര ഇടങ്ങേറായിട്ടുണ്ടാകും, എത്ര ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ടാകും. വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. വലിയ വലിയ സ്ഥാനത്തെത്തണമെങ്കിൽ രാത്രിയിൽ ഉറക്കം ഒഴിവാക്കണം. ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മളത് ചിന്തിക്കണില്ല. നമ്മൾ അവിടേക്ക് എത്താനുള്ള, അങ്ങോട്ടെത്താനുള്ള ഒരു പണിയും ഈ പറയുന്ന ഞാനോ നിങ്ങളോ ഒരു പണിയും എടുക്കുന്നില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അൽഫയിലടക്കം പറഞ്ഞതാ, മുൻഗാമികളെ മഹത്വം പിൻഗാമികൾക്ക് ഉണ്ടാവൂല. ബഹുമാനപ്പെട്ട അലിയാരെ കറാമത്തിന്റെ പാട്ട് പാടിയത് കൊണ്ട് അതൊന്ന് ഞാൻ വിശദീകരിക്കാം. എന്താ സംഭവം? ഖന്തഖിന്റെ സംഭവമാണ്. ബദറും ഉഹദും എല്ലാം കഴിഞ്ഞപ്പോ വലിയ സംഭവമാണ് ഖന്തഖ്. ബദർ എന്താ വെച്ചാല് മക്കത്തുള്ള മുശ്രിക്കീങ്ങളും മദീനത്തുള്ള യഹൂദികളെല്ലാം കൂടി സഖ്യം ചേർന്നിട്ട് ഭയങ്കര സഖ്യസേന, അവരാണ് മദീനയിലേക്ക് വരുന്നത്. മദീനയിലേക്ക്, മദീനത്തിന്റെ ഉള്ളിലുള്ള അള്ളാന്റെ റസൂലിനോട് സഹകരണ കരാറിൽ ഏർപ്പെട്ട, മുഹമ്മദേ നീ ഞങ്ങളെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ നാട്ടിന്റെ ഭരണാധികാരിയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്യും, ഞങ്ങൾ പ്രജകൾ എന്നുള്ള നിലയ്ക്ക് ഒക്കെ ചെയ്യാന്നും പറഞ്ഞിട്ട് കരാർ ഒപ്പിട്ട യഹൂദികൾ വാക്കുമാറി കൂറുമാറി മക്കത്തുള്ള മുശ്രിക്കായ, അന്ന് മുശ്രിക്കായിരുന്ന ആരും ലയനത്ത് പറയരുത് കേട്ടോ. റമദാൻ മാസത്തിൽ, ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ 3-ാമത്തെ വെള്ളിയാഴ്ച തലശ്ശേരിയിലോ ഓടത്തിലെ പള്ളിയിൽ ഞാൻ വയത് പറയുമ്പോൾ ബദരീങ്ങളുടെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ അബൂ സുഫിയാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാൻ ചെയ്ത ഇടങ്ങേറുകൾ ദുൽമുകൾ പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൈഹി. മുന്നിന്ന് പറയാൻ പാടില്ല. അബൂ സുഫിയാൻ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. നമ്മളെ അവതരണം കേട്ടിട്ടോ എന്താണെന്നറിയില്ല, മൂപ്പരാണ്ട് ലഅനത്തുല്ലാഹി പറഞ്ഞു പോയി. കാരണം അബൂ സുഫിയാൻ ഉഹദ് യുദ്ധത്തിൽ വല്ലാതെ ഇടങ്ങേറ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ എല്ലാ പിത്തിന, ഞങ്ങളുടെ നാട്ടിലത്തെ ഭാഷയിൽ പറഞ്ഞ് എന്തൊക്കെ കുലുമാൽ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുലുമാൽ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ അവസാനം അള്ളാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെട്ടു കൊടുത്തു. റസൂലുള്ള പൊരുത്തപ്പെട്ടു കൊടുത്താൽ പിന്നെ അള്ളാഹു പുറത്തു കൊടുത്തു. അവർ വലിയ സ്വഹാബിയായി. അവർക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, വലിയ ദറജ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്തു റളിയല്ലാഹു അൻഹു. അപ്പൊ അറിയാതെ ആരും ലഅനത്തുല്ലാഹി പറയാൻ പാടില്ല. ആ അബൂ സുഫിയാനാണ് ഉഹദിന്റെ എല്ലാ കെണി ഉണ്ടാക്കിയത്. ചെറുപ്പക്കാര് വന്നിട്ട് പറഞ്ഞത് അബൂ സുഫിയാനോട്, മുശ്രിക്കീങ്ങളായ ചെറുപ്പക്കാര്, എന്ത് ഉദകുവീൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കണം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, നമുക്കുടൻ മുഹമ്മദോട് എതിർ. ഷാമിൽക്ക് കച്ചവടത്തിന് വേണ്ടി പോയപ്പോ കൊണ്ടുവന്ന സൂക്ഷിച്ചു വെച്ച ആ ലാഭം 50,000 ദീനാർ. എത്രയെന്നറിയോ? 50,000 പൊന്ന്. അത് ഞങ്ങൾക്ക് എടുത്തു തരണം. എന്നിട്ട് നമ്മൾ യുദ്ധായുധങ്ങൾ വാങ്ങണം. മുതലൊഴുത്ത് റിബിഹിന എടുത്ത് ഇകൽ കഴിക്കണം. മുതലൊഴുത്ത് റിബിഹിന എടുത്ത് ഇകൽക്ക് അഴിക്കണം. അതായത് കച്ചവടത്തിന് വേണ്ടി ഏറെക്കുറെ അന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയപ്പോ മക്കത്തുള്ള മുശ്രിക്കീങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്കതിൽ 99.4% ആൾക്കാർക്കും അതിൽ ഷെയർ ഉണ്ട്. അതുകൊണ്ട് ആ മുതലിന്റെ പൈസ അവിടെ മാറ്റിവെച്ചിട്ട് ലാഭം തന്നെ ഉണ്ടല്ലോ 50,000 ദീനാർ. അതുകൊണ്ട് യുദ്ധത്തിന്റെ ആയുധങ്ങൾ വാങ്ങണം, നമുക്ക് മുഹമ്മദിനോട് എതിർക്കണം. ബദറിൽ നമുക്കേറ്റ പരാജയത്തിന് പകരം ചോദിക്കണം. ഉദകുവീൻ നമുക്കുടൻ മുഹമ്മദോടെ തീർക്കണം. ഒട്ടുണ്ടോ ഇമ്മാൽ ബഈർകൾ ലാഭമിപ്പോൾ പാർക്കണം, ലാഭമിപ്പോൾ പാർക്കണം. മുതലൊഴിത്ത് റിബ്ഹിന എടുത്തികൾ കഴിക്കണം. ഓ മുന്തി വേണ്ട ചട്ടബട്ടം പാളിയങ്ങൾ കൂട്ടണം, പാളിയങ്ങൾ കൂട്ടണം.
എന്ന് ബദറിൽ കൊല്ലപ്പെട്ട അബൂജാഹിലിന്റെ മകൻ ഇക്രിമത്ത് അള്ളാന്റെ റസൂലിന്റെ കഠിന ശത്രു ആയിരുന്നു. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ കൊല്ലപ്പെട്ട ബാപ്പാന്റെ മോൻ സഫ്വാൻ റസൂലുള്ളാഹിന്റെ കഠിന ശത്രു ആയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ചെറുപ്പക്കാര് വന്നിട്ട് അബൂ സുഫിയാനോട് വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 3-ാം കൊല്ലത്തിൽ ഹിജ്റയുടെ 3-ാം കൊല്ലത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിന്റെ 3-ാം കൊല്ലമാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. അത് 5-ാം കൊല്ലം ദുൽഖഅദ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് 5-ാമത്തില് ദുൽഖഅദ മാസം ദുൽഖഅദ ആകാൻ പോവാണ്. ശവ്വാൽ കഴിയാൻ പോവാണ്. അടുത്ത മാസമാണ് കുട്ടികളെ പെങ്ങന്മാരെ ദുൽഖഅദ മാസം. ദുൽഖഅദ മാസത്തിലാണ് എന്തുണ്ടായത്? ഖന്തഖ് ഉണ്ടായത്. ആ ഖന്തഖിൽ വലിയ സേന മക്കയിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞപ്പോഴ് സൽമാൻ റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങളോട് അഭിപ്രായം പറഞ്ഞത്, നബിയേ ഞമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല, ഞമ്മളെക്കാളും ആയിരക്കണക്കിന് ആൾക്കാരെ എണ്ണം കൂടുതലുള്ള ശത്രുക്കളാ വരുന്നത്, അതുകൊണ്ട് അവരോട് പടപൊരുതാൻ പറ്റൂല നബിയെ, ഞമ്മക്ക് കിടങ്ങ് കൊഴിക്കാം. ഞങ്ങൾ ഉസ്താദ് സബാ മസാജിദിൽ സിയാറത്തിന് പോകുമ്പോൾ അവിടെ ഉണ്ട് റോഡിന്റെ സൈഡിൽ ഈ മഴവെള്ളം ഒലിച്ചു പോണ ഒരു കിടങ്ങ്. അപ്പൊ ചില അമീറന്മാർ നോക്കിയിട്ട് പറയും അതാണ് കിടങ്ങ്. എന്തിനാ മഴവെള്ളം ഒലിച്ചു കൊണ്ടാക്കിയ കിടങ്ങ? അല്ല, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിടങ്ങ് കയറിയ കിടങ്ങ്. ഈ റോട്ടിനേക്കാളും കിതാബ് നോക്കിയിട്ട് മനസ്സിലായതാ ഞാൻ പറയുന്നത്. ഈ ഇപ്പുള്ള ഈ റോഡിനേക്കാളും അത്രപ്പോരും കൂടി വീതി കൂടുതലുണ്ടാവും. കണ്ടോ, നമ്മൾ ഇതിനേക്കാളും അത്രപ്പോരും കൂടി വീതി കൂടുതലുണ്ടാകും. നല്ല കഴിവുള്ള ട്രെയിനിങ് നേടിയ ഒരു കുതിര ഇക്കരമെന്ന് മക്കത്തുനിന്ന് വരുന്ന കുതിര മദീനന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചാടിക്കടക്കാതിരിക്കാൻ, അഥവാ ചാടിയാൽ നിലത്ത് വീഴും. അന്നലക്കുള്ള വീതിയും അന്നലക്കുള്ള ആഴവുമുള്ള കിടങ്ങ്. സ്വഹാബികള് ജെസിബി ഉപയോഗിച്ച് കയറിയതല്ല മുസ്ലിമീങ്ങളെ. അത് കൈകൊണ്ട്, പിക്കാസ് കൊണ്ട്, കൈക്കോട്ട് കൊണ്ട്, പടന്ന കൊണ്ട്, ആയുധം കൊണ്ട് വലിയ പാറ പൊട്ടിച്ചിട്ട് സ്വഹാബത്തുണ്ടാക്കിയ കിടങ്ങ് മുസ്ലിം ലോകത്തിന്റെ ചരിത്ര സ്മാരകമായി സൂക്ഷിക്കപ്പെടേണ്ട, എന്നെന്നും സൂക്ഷിക്കപ്പെടേണ്ടിയിരുന്ന ആ കിടങ്ങ് പുത്തൻവാദികളായ ബിദ്അത്തുകാരായ വഹാബികളായ ഗവൺമെന്റ് വന്നിട്ട്, അല്ലെങ്കിൽ അവരനുകൂലിക്കുന്നവര് വന്നിട്ട് ചരിത്ര സ്മാരകങ്ങൾ തച്ചുടച്ചില്ലേ. അതുകൊണ്ട് നമ്മക്കിപ്പോ അവിടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നില്ല, കിടങ്ങ് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും കണ്ടോല് എന്റെ സദസ്സിലില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാനും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് അതിന്റെ വക്കത്തുള്ള മഴ പെയ്താൽ വെള്ളം ഒഴുകുന്ന ഡ്രൈനേജ്, അല്ലെങ്കിൽ മജ്റസൈൽ എന്ന് അറബിയിൽ പറയും. ഒലിപ്പ് വെള്ളം അവിടെ ഉള്ളൂ, അല്ലാതെ സ്വഹാബത്ത് കയറിയ കിടങ്ങില്ല. ആ കിടങ്ങ് കയറിയപ്പോൾ വലിയ മുഅ്ജിസാത്തുകൾ കണ്ടിട്ടുണ്ട്, പറയാൻ ടൈമില്ല. വലിയ കണക്കില്ലാത്ത മുഅ്ജിസത്ത് കണ്ടിട്ട് സ്വഹാബത്ത് തക്ബീർ ചൊല്ലിയത് കിതാബിലുണ്ട്. ആ കിതാബ് ഏറ്റവും നല്ല സൂപ്പർ കിതാബ്, റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞ കിതാബ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ പല അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചിട്ടൊക്കെ ജംഅ ചെയ്തിട്ട് അറബി വായനക്കാരനായ പുതിയ വായനക്കാരന് പുതിയ അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്ന റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലേക്കുള്ള, ആ ചരിത്രമാകുന്ന ബഹറിലേക്കുള്ള വഴി തുറക്കുന്ന ഏറ്റവും നല്ല കിതാബ് നമ്മളെ ഇന്ത്യക്കാരനായ, അതേ ഈ നാട്ടിലുള്ള, ഈ നാടിന്റെ പേരെന്താ, പെരുമുഖത്തുള്ള മുദർരിസായ ബീരാങ്കോയ ഉസ്താദിന്റെ ദർസിൽ പഠിച്ച, കോടമ്പുഴ പള്ളി ദർസിൽ പഠിച്ച കോടമ്പുഴ അബ്ദുറഹ്മാൻ ബാവ മുസ്ലിയാർ, ആ ഉസ്താദ് ഉണ്ടാക്കിയ കിതാബുണ്ട്. മിസ്റിൽ നിന്ന് അച്ചടിച്ച കിതാബാണ്. കിതാബ് ഉണ്ടാക്കിയ ആള് കോടമ്പുഴക്കാരനാണ്. പേരുമുഖം ബീരാങ്കോയ ഉസ്താദിന്റെ ദർസിൽ നിന്ന് പഠിച്ച ശിഷ്യനാണ്. ആ കിതാബിന്റെ പേരാണ് സീറത്തു സയ്യിദുൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുതഅല്ലിമീങ്ങൾ പഠിക്കൽ ഫർളായ ഒരു കിതാബാണ്. ആ കിതാബിൽ പറയുന്നുണ്ട് ഖന്തഖിൽ കണ്ട അത്ഭുതങ്ങള്, ഖന്തഖിലുണ്ടായ മുഅ്ജിസാത്തുകള്. തൽ
തലമിൽ നബി ത്വാഹ മുഅ്ജിസത തരത്തിൽ ചുരുക്കിനാൻ തിരുത്തം വാർത്ത തലമിൽ നബി ത്വാഹ മുഅ്ജിസത തരത്തിൽ ചുരുക്കിനാൻ തിരുത്തം വാർത്ത തരത്തിൽ ചുരുക്കിനാൻ തിരുത്തം വാർത്ത ആനെ സിഹ്റാക്കൾ കാരശഹ്മദേ അരികോർ ചിലരെയും കൊല്ലാതെ. സുഹൃത്തുക്കളെ, ആ മോചിതാത്തിനെ പറ്റൊന്നും പറയാൻ ടൈമില്ല. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, സ്വഹാബത്തൊക്കെ ക്ഷീണിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലിയാരെ മടിയിൽ തല വെച്ച് ഒന്ന് ക്ഷീണം മാറ്റിയാണ്. അപ്പോഴാ സൂര്യൻ പടിഞ്ഞാറോട്ട് ഇങ്ങനെ പോവാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. അലിയാര് നിസ്കരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ തിരക്കിലായതുകൊണ്ട്, ഖന്തഖിന്റെ കിടങ്ങ് തീർന്ന പണിയുമായി ബന്ധപ്പെട്ട കിടങ്ങ് കീറുന്ന പണിയിലായതുകൊണ്ട് നിസ്കരിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ശത്രുക്കൾ വരുമ്പോത്തിന് പണി തീർക്കണ്ടേ. ബഹുമാനപ്പെട്ട അലിയാര് നിസ്കരിച്ചിട്ടില്ല. അലിയാര് ആരാണ്? റസൂലുള്ളാന്റെ എങ്ങനെ ബന്ധം? റസൂലുള്ളാന്റെ മരുമകൻ എന്നുള്ള മോളെ കെട്ടിയപ്പോൾ ഉണ്ടായ ബന്ധമാണ്. അതിന്റെ മുമ്പ് തന്നെ ബന്ധമുണ്ട്. അലിയാർ തങ്ങൾ ജനിക്കണതിന്റെ മുമ്പ് തന്നെ കുടുംബ ബന്ധമുണ്ട്. കെട്ടുബന്ധം മാത്രമല്ല. അതെങ്ങനെ? ആ മരുമകൻ എന്നൊരാൾ പറഞ്ഞല്ലോ, അള്ളാഹു മൂപ്പർക്ക് അലിയാരെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മൂപ്പർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ, എല്ലാവർക്കും അവരെ കൈപിടിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. മരുമകൻ എന്നുള്ളത് മകളെ കെട്ടിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായതല്ലേ. അല്ല, സദസ്സിലുള്ളവർ പറയട്ടെ ഉസ്താദ്, എല്ലാം കൂടി ലത്തീഫ് സഖാഫി പറഞ്ഞാൽ പിന്നെ സമ്മാനം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തരേണ്ടി വരും. മൂത്താപ്പന്റെ മോൻ അല്ലേ, അതാരാ പറഞ്ഞത്? ഇതൊക്കെ ഉസ്താദുമാര് പറയാണ്. ഒരുപാട് കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച ഉസ്താദുമാരാണ്. ഏതെങ്കിലും ഒരു കുട്ടി പറയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും എന്നെ പോലെ ഒരു സാധാരണക്കാര് പറയട്ടെ എന്നാണ് ആഗ്രഹം. അല്ലാഹു എല്ലാവർക്കും ഇൽമി ഏറ്റി തരട്ടെ. അതെ, റസൂലുള്ളാന്റെ മൂത്താപ്പ എന്ന് പറഞ്ഞ ഏറ്റവും ബറക്കത്തുള്ള മൂത്താപ്പയാണത്. അബൂ താലിബ് എന്ന മൂത്താപ്പ ഹബീബായ തങ്ങളെ സംരക്ഷിച്ച മൂത്താപ്പയാണ്. മൂത്താപ്പമാരെ കൂട്ടത്തിൽ വലിയ ദർജ ഉള്ള ആളാണ്. റസൂലുള്ളാന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മോനാണ് സയ്യിദുനാ അലി. അലിയാരെ മടിയിൽ തലവെച്ചിങ്ങനെ ഉറങ്ങുമ്പോ അലിയാരും ഉറങ്ങിയിട്ടില്ല. റസൂലുള്ള അങ്ങനെ ചെറിയ മയക്കത്തിലാണ്. അപ്പോഴാ സൂര്യൻ പടിഞ്ഞാട്ട് പോണ്. പടിഞ്ഞാറ് അവിടെ തന്നെ അല്ലേ? അത് തന്നെ പടിഞ്ഞാറ്. ഞാൻ ചൂണ്ടിയത് അത് തന്നെ പടിഞ്ഞാറ്. ചില സ്ഥലത്ത് നിന്നാണ്ട് കേക്കോട്ടി ചിലപ്പോൾ ഞാൻ ചൂണ്ടലുണ്ട് പടിഞ്ഞാറ് ഇറങ്ങിയാണ്. ഇവിടെ ചൂണ്ടിയത് ശരിയാ. പടിഞ്ഞാട്ട് അതാ സൂര്യൻ ഇങ്ങനെ പോയി സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ അലിയിക്ക് സങ്കടം വരികയാണ്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങന്മാരെ ഉപ്പാപ്പയാണ്. എല്ലാ തങ്ങന്മാരും താജുൽ ഉലമാ തങ്ങളുടെയും ഈ ഇരിക്കുന്ന പൂക്കോയ തങ്ങൾ അവരൊക്കെ ഉപ്പാപ്പയാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഒരു പുതപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുതച്ചു. ആരെ? അലിയാർ തങ്ങളെയും ഫാത്തിമ ബീവിനെയും ഹസൻ എന്നവരെയും ഹുസൈൻ എന്നവരെയും. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി, ഇത് എൻ്റെ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ആ അഹ്ലു ബൈത്തിന്റെ പേരക്കുട്ടികളായി ഇരിക്കണവരൊക്കെ സയ്യിദുനാ പൂക്കോയ തങ്ങൾ അടക്കം. പടച്ചോനെ, എന്തായാലും ഉപ്പാപ്പാന്റെ ഒരു തിരുനോട്ടം ഉണ്ടാവുമല്ലോ എന്ത് തന്നെയാണെങ്കിലും. അതുകൊണ്ട് ഞമ്മക്ക് റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളാണ് ഞങ്ങളെന്ന് പറയാനുള്ള ഒരു അധികാരം ഞമ്മക്കില്ല. എന്നാലും ഇവരെ നമ്മൾ ബഹുമാനിച്ചതിന്റെ വകുപ്പ് കൊണ്ട്, കാരണം കൊണ്ട് ഇവര് ഞമ്മക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതിനായി തങ്ങന്മാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണത്. അല്ലാഹുവേ, ഈ നമ്മളെ പൂക്കോയത്തങ്ങളടക്കം മുഴുവൻ സയ്യിദന്മാരെയും കൊണ്ട് അവരെ ഞങ്ങൾ പ്രിയം വെക്കുന്നതിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടാൻ, അവരെ ഉപ്പാപ്പാനോട് പറഞ്ഞിട്ട് രക്ഷ വാങ്ങിത്തരാൻ അവർക്കും വലിയ ദർജയെ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ നോക്കലും അവരെ വാക്കിലും അവരെ ചികിത്സയിലും അവരെ വർത്തമാനങ്ങളിലും അവരെ നേതൃത്വങ്ങളിലും വലിയ പദവിയും വലിയ ഫത്ഹ്, വലിയ വിജയം അവർക്ക് നൽകണം അല്ലാഹ്. ഞങ്ങൾക്കത് അനുഭവിക്കാൻ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വലിയ തൗഫീഖ് നൽകണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റളിയല്ലാഹു തആല അൻഹുവിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചപ്പോ അലിയാരിങ്ങനെ നോക്കണ്. എവിടേക്ക്? സൂര്യൻ അതാ പോണ്, പടിഞ്ഞാട്ട് അസ്തമിക്കണ്. അസ്തമിച്ചാൽ എന്താവും? അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ
അലിയാരെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരികയാണ്. റസൂലുള്ളാഹ് പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോ അലിന്റെ കണ്ണിന്ന് കണ്ണീര് വലിക്കുകയാണ്. അതാണ് പുന്നാരത്തിരുനബി മരുമകൻ അലിയിന്റെ ഉന്നതമടിത്തട്ടിലായി തന്റെ ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. ഇനി നമുക്ക് വയലുണ്ടാവുമ്പോൾ ചൂടുകാലാണെങ്കിൽ നല്ല തണുപ്പുള്ള എന്തെങ്കിലും ജ്യൂസ് കൊടുക്കണം എല്ലാവർക്കും ഒരു ഗ്ലാസ്സിലാക്കിയിട്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാരല്ല, ആരെങ്കിലും ഡേറ്റ് എടുത്താൽ മതി. അടുത്ത കൊല്ലം CM വലിയുള്ളതിൻ്റെ വയൽ ഉണ്ടാവുമ്പോൾ, ആണ്ട് നേർച്ച ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വെള്ളം കൊടുക്കൂലേ? ആരാ കൊടുക്കുക? ഒരാൾ പറയും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരാൾ 10 തീരുമാനിക്കുക. ഹൈദരാജി കൊടുക്കും. എവിടെ ഹൈദരാജി? അള്ളാഹ് ഹൈദരാജിനോട് സ്നേഹം ഉണ്ടായിട്ടാ പറഞ്ഞത്. അള്ളാഹു ഹൈദരാജിക്ക് അപ്പോഴേക്കും അടുത്ത കൊല്ലം വരേക്കെങ്കിലും ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബേ നിന്റെ ത്വാഅത്തിലായി നൽകണം അല്ലാഹ്. തണുപ്പ് ചെറിയ തണുപ്പുള്ള സമയമാണെങ്കിൽ കടിയോടുകൂടി കുടി കൊടുത്താൽ മതി. ലാ യജൂസുൽ കുടി ഇല്ലാ മഅൽ കടി. കടിയില്ലാതെ കുടിയില്ല എന്ന് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു താല അതൊക്കെ കൊടുക്കാനും ഒരുപാട് നല്ല ആൾക്കാർക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം കൊടുക്കാനും ഹൈദരാജിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ. അതിന് ബറക്കത്തുള്ള വരുമാനം ഏറ്റിത്തരണേ അല്ലാഹ്. താജുൽ ഉലമ തങ്ങളെ കറാമത്തും മഹത്വങ്ങളൊക്കെ നമ്മൾ പറയും. എത്രയോ ഓറെ കൈകൊണ്ട് സ്വതക്ക കൊടുത്ത് അതായത് നമ്മൾ അത്ര ശ്രദ്ധിക്കലില്ല. എത്ര ആൾക്കാരൊക്കെ അവരെ കൈകൊണ്ടൊക്കെ കിട്ടിയത് അറിയോ? അല്ലാഹു തആല അവർ മരിച്ചാലും കറാമത്ത് നിലക്കുന്നതല്ലല്ലോ. ദുനിയാവും ആഖിറവും അവരെ കൊണ്ട് കിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്ന് കണ്ണീര് വന്നപ്പോൾ റസൂലുള്ള മടിയിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അലിയാരിങ്ങനെ കരയാ. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത് മോനെ? വന്യ റസൂലുടൻ കാരണം ചോദിച്ച് നിനക്കുള്ള വ്യാകുലം എന്തിത്, എന്തിന് ദുഃഖിച്ച്. ആ പാട്ടുകാരൻ അവിടെ പാടിയത് നിനക്കുള്ള വ്യാകുലം എന്തിത്, എന്തിന് ദുഃഖിച്ചെന്നാ. പക്ഷെ ആ പാട്ട് അത്ര ഒരു ശരിയല്ല. കാരണം തങ്ങളാണുള്ളത്. അലിയാർ തങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴല്ലോ തങ്ങളൊന്നുമല്ല. ഒരുങ്ങൾക്കുള്ള വ്യാകുലം എന്തിത്, എന്തിന് ദുഃഖിച്ച്. അലിയപ്പോൾ ഉന്നിടുന്നു അസറിന് എന്നുടെ ഖളാ എന്ന്. എന്റെ അസർ ഖളായിലെ നബിയെ. അപ്പൊ അലിയാരോട് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ മോനെ അലിയെ എന്നാ പിന്നെ എന്നൊന്ന് വിളിച്ചു ഉണർത്തിക്കൂടായിരുന്നോ? അപ്പോഴാണ് അലിയാര് പറയുന്നു അങ്ങ് ഈ മടിത്തട്ടിൽ ഉറങ്ങുന്ന സമയത്തിൽ എങ്ങനെ ഉണർത്തും ഞാൻ താരേ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ് എന്ത് മോനെ അത് സാരല്ല, ഖളായിട്ടില്ല, പോയി ഒളിർത്തിട്ട് വാ. സയ്യിദുനാ അലിയിനോട് പറയുന്നു ഒളിർത്തിട്ട് വരാൻ. റസൂലുള്ളാഹി വിളിക്കുന്നു, സൂര്യനെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ തഅലി യാ ശംസു. മടങ്ങി വരാൻ സൂര്യനെ വിളിച്ചപ്പോൾ സൂര്യൻ മടങ്ങി വന്നു. അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നു. ഇത് ചില ആൾക്കാർ അംഗീകരിക്കണില്ല. ആരാ അംഗീകരിക്കാത്തതെന്നറിയോ? ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിട്ടില്ല എന്ന് എവിടെയുള്ളത്? ഇബ്നു തൈമിയ്യയുടെ കിതാബ് നോക്കാനൊന്നും എനിക്ക് ഒഴിവിട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേരളത്തിലെ സമസ്തയിൽപ്പെട്ട AP ഗ്രൂപ്പിലോ EK ഗ്രൂപ്പിലോ പെട്ട മൗലവിമാര് പറഞ്ഞതല്ല. ഇപ്പൊ ഒരു മൗലവി അടുത്ത കാലത്ത് വഹാബി ആയിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറയാ സമസ്തക്കാർക്ക് രണ്ടൂട്ടർക്കും ഇബ്നു തൈമിയ്യനെ പറ്റി മനസ്സിലാകാത്തതുകൊണ്ടാ. ഇബ്നു തൈമിയ്യ വലിയ മഹാനാണ്, വലിയ ആലിമാണ്, AP-ക്കാർക്കും EK-ക്കാർക്കും വലിയ മൗലവിമാർക്ക് തിരിയാത്തതുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു സുന്നി മൗലവി, കഴിഞ്ഞ കാലം വരെ സുന്നി എന്ന മൗലവി ഇപ്പൊ എന്തായി വഹാബി ആയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ തള്ളുന്നുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ്യ ഈ മുഅ്ജിസാത്തിനെ അംഗീകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് സമസ്തക്കാര് പറഞ്ഞതല്ല, AP-ക്കാര് പറഞ്ഞതല്ല, EK-ക്കാര് പറഞ്ഞതല്ല, അത് AP ഉസ്താദ് പറഞ്ഞതല്ല, ഞങ്ങളൊക്കെ ഉസ്താദ് AP ഉസ്താദ് പറഞ്ഞതല്ല, EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതല്ല. ശൈഖുനാ മർഹൂം EK ഹസൻ മുസ്ലിയാർ ആണ്ടിന്റെ മാസമാണ്. ഹസൻ മുസ്ലിയാർ പറഞ്ഞതല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? അത് ബൈലത്തൂര് ബാബ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്?
ഇബ്നു തീമിയനെ പറ്റി ഇബ്നു ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാണ്, ഇബ്നു തീമിയ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ മുഅ്ജിസാത്ത് മൂപ്പര ബുദ്ധിയിൽ അത്ര പറ്റിയിട്ടില്ല, ഇബ്നു തീമിയയുടെ ബുദ്ധിക്ക് ദഹിച്ചിട്ടില്ല. എന്നാലും അത് സംഭവിച്ചിട്ടുണ്ട്. അസ്തമിച്ച സൂര്യനെ മുത്തുനബിയുള്ളാഹ് മടക്കി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നമ്മളെ ബദർ മൗലിദിൽ, നമ്മളെ മങ്കൂസ മൗലിദിലും നമ്മൾ പറയണ അൽ ബദറു ചൊല്ല്, അൽ ബദറു ശുഖ ബി അംരിഹി വശംസു ഇദ് ഗറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അതേ യഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ചന്ദ്രൻ പിളർന്നതിനെ പറ്റിയാണ് ബുർദയില പറഞ്ഞത്. എന്ത്? റസൂലുള്ളാഹിന്റെ മനസ്സിലുള്ളത് അതേമാതിരി നടപ്പിലാക്കാൻ ചന്ദ്രനും സൂര്യനും ഒക്കെ അതിനുള്ള പ്രതിജ്ഞാബദ്ധമാണ്. അതാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അതാണ് ആ വരിയുടെ അർത്ഥം. വിശദീകരിച്ചു പറയാൻ ടൈമില്ല. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തുകൾ അംഗീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, നല്ലോണം ഉറപ്പിക്കാൻ, ആ മുഅ്ജിസാത്തിനെ പ്രതീക്ഷിച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിക്കാൻ സഹായം ചോദിക്കണം. എവിടുന്ന്? ദുനിയാവൊന്നും ചോദിക്കണം, ആഖിറത്തൊന്നും ചോദിക്കണം. റബ്ബേ, അങ്ങനെ ചോദിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന ഖുർആനിലുള്ളത്. വഇദാ സഅലക ഇബാദി അന്നി വഇദാ സഅലക, നബിയെ തങ്ങളോട് ചോദിച്ചാൽ, ആര്? മുഅ്മിനീങ്ങൾ ചോദിച്ചാൽ. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. എത്ര സ്ഥലത്തുണ്ട് വഇദാ സഅലക എന്ന് ഖുർആനിൽ. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന സി.എം. വലിയുള്ളാഹ് അവരെ ഉപ്പാപ്പമാർ അന്തി ഉറങ്ങുന്നത് എവിടെയാണെന്നറിയോ? പറമ്പത്തെ പള്ളിയിൽ 44 ഉപ്പാപ്പമാർ. മുക്കം ഇസ്മായിൽ മദനി ഉസ്താദ് ക്രോഡീകരിച്ച മൗലിദിൽ പറയുന്നുണ്ട്, 44 ഉപ്പാപ്പമാര് കോഴിക്കോട് ജില്ലയില് പേരാമ്പ്രന്റെ കുറച്ചടുത്ത് പറമ്പത്ത് പള്ളിയിൽ അന്തി ഉറങ്ങുന്നുണ്ട്. 44 മഹാന്മാര്, 44 ആളും വലിയ ശുഹദാക്കന്മാരാണ്. എന്റെ ഉസ്താദാണ് തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിന്റെ ഉസ്താദാണ്. കാരക്കുന്ന് മുഹമ്മദ് ഉസ്താദ്, രണ്ടാളും മരിച്ചുപോയി. അള്ളാഹു സ്വർഗത്തിൽ അവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ഒറ്റ കൊല്ലം മാത്രമാണ് ആ തോട്ടുപൊയിൽ ഉസ്താദിന്റെ അടുത്ത് ഞാൻ പഠിച്ചത്. ആ ഉസ്താദാണ് പറഞ്ഞത്, നിങ്ങൾ പോണം മർക്കസിൽ. ആ ഉസ്താദ് പിന്നെ നിങ്ങൾ എന്നാ വിളിച്ചിരുന്നത്, അല്ലാത്തവരൊക്കെ ജീന്ന വിളിക്കല്. അപ്പൊ അതുകൊണ്ടിട്ട് പോണം, മർക്കസിലേക്ക് പോണം എന്ന് പറഞ്ഞു. ആ ഉസ്താദിന്റെ ഉസ്താദാണ് ആര്? വലിയ പണ്ഡിതനായിരുന്നു കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ അവർകള് പടന്നയിൽ, കാസർഗോഡ് ജില്ലയിൽ പടന്നയിൽ ദർസ് നടത്തുന്ന കാലത്ത് മൂപ്പർക്ക് തീരെ സുഖമില്ല, വല്ലാത്തൊരു ക്ഷീണം. എങ്ങനെയെന്ന് മനസ്സിലാകണില്ല. എന്ത് ക്ഷീണം, ഏത് വകയിൽ മനസ്സിലാകണില്ല. എന്തോന്ന് തിരിയാത്തൊരു ക്ഷീണം, എങ്ങനെ വന്നു എന്ന് മനസ്സിലാകാത്ത ക്ഷീണം. ദർസ് നടത്താൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, വഅദ് പറയാൻ പറ്റുന്നില്ല, ഇമാമത്ത് നിൽക്കാൻ, നിസ്കരിക്കാൻ തന്നെ നിൽക്കാനും ഇരിക്കാനും സുജൂദ് പോകാനും എഴുത്തുകാർക്ക് പോകാനും ഒന്നും പറ്റണില്ല. ഉസ്താദ് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. കാസർകോട്ട് നിന്ന് നാട്ടിലേക്ക്, മഞ്ചേരിന്റെ കിഴക്ക് കാരക്കുന്നാണ് മൂപ്പര നാട്. അതിന് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങണം. ട്രെയിനിൽ കാസർകോട്ട് നിന്ന് വരുമ്പോ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിൽ മഞ്ചേരി പോകണം. അവിടുന്ന് പിന്നെയും കേക്കോട്ട് കാരക്കുന്നത്തേക്ക് പോകണം. സുഹൃത്തുക്കളെ, പെങ്ങന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് നാട്ടിക്ക് വരിക. നാട്ടിക്ക് വരുമ്പോ ചിന്തിച്ചു, ഏതായാലും കോഴിക്കോട് ഇറങ്ങിയിട്ടുള്ള പോകല്. അന്ന് മമ്മൂട്ടി മൂപ്പന്റെ പൊരയിൽ ഇടിയങ്ങരയിൽ, കോഴിക്കോട് ഇടിയങ്ങരയില് ശൈഖുനാ സി.എം. വലിയുള്ളാഹ് ഉള്ള സമയാണ്. ഓരോട് പറയാം. അപ്പോ ഒരു പരിചയക്കാരനെ കണ്ടു. ഇതില് റെയിൽവേ സ്റ്റേഷനിൽ കാത്തുക്കുമ്പോ ഒരാളെ കണ്ടു. നിങ്ങൾ എടുക്ക ഉസ്താദെ, ഞാനിങ്ങനെ നാട്ടിൽ പോവാ, സുഖമില്ല, സി.എം. വലിയുള്ളാനൊന്ന് കാണണം. അത് ശരി, നിങ്ങൾ സി.എം. വലിയുള്ളാനെ കാണാൻ പോവല്ലേ? എന്നാ അതാ ഈ കുപ്പായ ശീല, കുപ്പായത്തിന്റെ പീസ്, ഷർട്ടിന്റെ പീസ് മൂപ്പര് പത്രക്കടലാസിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരാൻ ആരെങ്കിലും ഒരാൾ കിട്ടിയാൽ കൊടുത്തയക്കാൻ വേണ്ടി മൂപ്പർക്ക് കോഴിക്കോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഉസ്താദെ, ഇത് നിങ്ങൾ കൊടുത്താൾ, ഇന്നയാൾ തന്നാന്ന് പറഞ്ഞാൽ മതി, ഇതാണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ കൊടുത്തോളാം. ശൈഖുൻ അത് വാങ്ങി കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ട് ഇടിയങ്ങരക്ക് നടക്കുകയാണ്.
അപ്പൊ മമ്മൂട്ടി മൂപ്പന്റെ പുരയിൽ ചെന്നു. ശൈഖുന മുഹമ്മദ് മുസ്ലിയാർ, കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ, അസ്കർ സഖാഫിയും ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാ കാരന്തൂർ മർക്കസിൽ. ഞങ്ങളെ കൂടെ പഠിച്ചൊരു ബഷീർ സഖാഫി ഉണ്ട്. ഇത് മുഹമ്മദ് ഉസ്താദിന്റെ മോനാണ്. ഇപ്പോൾ പാണ്ടിക്കാട് അൻസ്വാറിലെ വലിയ മുദരിസാണ്. ആര്? ബഹുമാനപ്പെട്ട ബഷീർ സഖാഫി ഉസ്താദ്. ബഷീർ സഖാഫിന്റെ ബാപ്പയാണ് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. അങ്ങനെ മമ്മൂട്ടി മൂപ്പന്റെ അടുത്തേക്ക് ചെന്നു, ആ പരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മമ്മൂട്ടി മൂപ്പനോട് പറഞ്ഞു, എനിക്ക് ശൈഖുനാനൊന്ന് കാണണം, ഞാൻ വലിയ ക്ഷീണത്തിൽ, എൻ്റെ സോക്കട് ദർശനം നടത്താനും വയ്യ, ഇമാമത്തുക്കാനും വയ്യ, ഖുത്ബ ഓതാനും വയ്യ, ഒന്നിനും പറ്റുന്നില്ല. മമ്മൂട്ടി മൂപ്പൻ പറഞ്ഞു, പറ്റൂല, ആരും കാണണ്ടെന്ന് പറഞ്ഞിക്കണ്, ഇവിടെ ആര് വന്നാലും ഉള്ളിലേക്ക് കയറ്റി വിടണ്ടെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് അത്ര ഒരു വിഷമം കൊണ്ടാണ്, അത്രയും ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു വിഷമം, അത്രയും ഒരു ക്ഷീണം, നിന്ന് എണീച്ച് നിൽക്കാൻ തന്നെ കൊണ്ട് വെച്ച റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ വന്നത് തന്നെ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ മടക്കി വിടരുത്. പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ ഷെയ്ഖുന റൂമിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, ഇത് ആരാ വന്നിക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളെ കൂടെ വെല്ലൂരിൽ പഠിച്ച നിങ്ങളെ ശരീക്കായ കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരാണ്. അത് ശരി, നിങ്ങളാ വന്നിക്കണത്, വാതിലോട് തുറക്കി, മൂപ്പര് വരട്ടെ. അങ്ങനെ മുഹമ്മദ് മുസ്ലിയാർ ചെന്നു. എന്റെ ഉസ്താദിന്റെ ഉസ്താദ് വലിച്ചെറിയല. എന്നിട്ട് പറയുന്നു, അന്ത മസ്ഹൂറുൻ വ അന അബ്തൽതുഹു, നിങ്ങൾ നല്ല സിഹ്ർ ഏറ്റിട്ടാ അവിടെ വന്നത്. ഈ പേപ്പർ ഞാൻ മുറിക്കുമ്പോൾ അന അബ്തൽതുഹു, നിങ്ങളെ സിഹ്ർ ഞാൻ ബാത്തിലാക്കിയിട്ടുണ്ട്. കാരക്കുന്ന് മുഹമ്മദ് ഉസ്താദ് പറയാണ്, ഉസ്താദ് ശൈഖുന ഖുത്ബുൽ ആലം സിഎം വലിയുള്ളാഹ് ആ പേപ്പർ ഇങ്ങനെ കീറുമ്പോൾ എന്റെ തലമെന്ന് എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇങ്ങനെ ഇറക്കി വെക്കണമാതിരി അവസാനം പുറത്ത് കണ്ട് എറിഞ്ഞതോടുകൂടി പിന്നെ എനിക്ക് സോക്കടില്ല. അല്ലാഹുവേ, ഇതല്ലേ അവരെ കറാമത്ത്. എന്നാൽ അവർ വലിയ ഡംബ് നടിച്ചിട്ടില്ല. അവരെ ബഹുമാനിച്ചവർക്ക് അവര് പകരം കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും കിട്ടിയിട്ടുണ്ട്. അവരെ ബഹുമാനിക്കാനാണല്ലോ നമ്മൾ ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാ ഔലിയാക്കളെയും ബഹുമാനിക്കാനാണല്ലോ ഈ സദസ്സ് സംഘടിപ്പിച്ചത്. ശൈഖുന മുക്കം ഇസ്മായിൽ മദനി ഉസ്താദ് ക്രോഡീകരിച്ച മൗലിദ് കുറെ കാലം മുന്നേ ഉണ്ടാക്കിയതാ. ശൈഖുന വഫാത്തായ ഉടനെ തന്നെ ഉണ്ടാക്കിയതാ. അതിൽ പറയുന്നുണ്ട്, മൗലിദിൽ പറയുന്നുണ്ട്, ഞാൻ ഖുത്ബുൽ ആലമാണെന്ന് ശൈഖുന മടവൂർ തന്നെ പറഞ്ഞതായിട്ട്. അല്ലാഹുവേ, ഏതായാലും ഞമ്മക്കതിനെപ്പറ്റി ഒന്നും അറിയൂല, കാരണം നമ്മൾ ആ സ്ഥാനത്തെത്തിയിട്ടില്ല. സ്ഥാനം എന്താണെന്നും അറിയൂല. അവര് വലിയ മഹാന്മാരാണെന്നറിയാം, ഔലിയാക്കളുടെ നേതാക്കളാണെന്നറിയാം. ഇനിയും അവരെ കൊണ്ട്, ഔലിയാക്കന്മാരെ കൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞാൽ അതിനിപ്പം എന്താ വലിയത്? അവരെ കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്, അവരെ കൊണ്ടാണ് നമ്മളെ രോഗം മാറുന്നത്, അവരെ കൊണ്ടാണ് നമ്മളെ ഇടങ്ങേറ് പരിഹരിക്കണത് എന്ന് പറയുമ്പോഴേക്കും ആർക്കും സംശയമൊന്നും വേണ്ട. ഇന്നമാ തുൻസറൂന ബിദുഅഫാഇക്കും, റസൂലുള്ളാഹി പറഞ്ഞതാ. നിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ആൾക്കാരുണ്ടാവും, ജനങ്ങളുടെ പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത ചില ലഈഫായ ആൾക്കാർ, അവരെ കൊണ്ടാണ് കേട്ടോ പടച്ച റബ്ബിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ.